എല്ലാവർക്കും കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് പഞ്ചമതന്ത്രം അപരീക്ഷിത കാരകത്തിലെ കഥയാണ്. പാടലീപുത്രത്തിലെ ശുരകൻ. നല്ലവണ്ണം കാണാതെയോ അറിയാതെയോ കേൾക്കാതെയോ പരീക്ഷിച്ചു നോക്കാതെയോ യാതൊരു കാര്യവും ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നവൻ പാടലീപുത്രത്തിലെ ശുരകനെ പോലെയായിത്തീരും. ദക്ഷിണദിക്കിൽ പാടലീപുത്രം എന്നൊരു പട്ടണമുണ്ടായിരുന്നു. അവിടെ മണിഭദ്രൻ എന്നൊരു വ്യാപാരി വസിച്ചിരുന്നു. അയാൾ ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്ക് വേണ്ട എല്ലാ കർമ്മങ്ങളും വേണ്ടതുപോലെ അനുഷ്ഠിച്ചു പോന്ന ഒരാളായിരുന്നു. എന്നാൽ ഒരിക്കൽ വിധിവശാൽ അയാളുടെ ധനം മുഴുവൻ നശിച്ചുപോയി. ദാരിദ്ര്യ നിമിത്തം പല അപമാനങ്ങളും തുടർച്ചയായി സഹിക്കേണ്ടി വന്നതിനാൽ അയാൾ അതിദുഃഖിതനായി തീർന്നു. ഒരു നാൾ രാത്രി ഉറക്കം വരാതെ കിടക്കുമ്പോൾ അയാൾ ആലോചിച്ചു, ദാരിദ്ര്യം പോലെ കഷ്ടമായൊരവസ്ഥ വേറെയില്ല. പണമില്ലാത്തവന് ശീലഗുണവും ശുചിത്വവും ക്ഷമയും ദാക്ഷിണ്യവും മധുര സ്വഭാവവും ആഭിജാത്യവും എല്ലാം ഉണ്ടായിട്ട് കാര്യമില്ല. അതൊന്നും ശോഭിക്കുകയില്ല. പട്ടിണി കിടന്ന് മരിക്കാനായിരിക്കും എൻ്റെ വിധി. എൻ്റെ ജീവിതം കൊണ്ട് എന്തു പ്രയോജനം? ഇങ്ങനെ നിശ്ചയിച്ച് അയാൾ വളരെ നേരം ഉറങ്ങാതെ കിടന്നു. പുലർച്ചയ്ക്ക് ഒന്ന് മയങ്ങിയപ്പോൾ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ 10 കോടി സ്വർണ്ണനാണ്യങ്ങൾ അടങ്ങിയ ഒരു പത്മനിധി ബുദ്ധസന്യാസിയുടെ രൂപത്തിൽ വന്ന് അയാളോട് പറഞ്ഞു, വ്യാപാരി ശ്രേഷ്ഠ, അങ്ങ് വിരക്തനായി തീരരുത്. അങ്ങയുടെ പൂർവികർ സമ്പാദിച്ചു വെച്ചിട്ടുള്ള പത്മനിധിയാണ് ഞാൻ. ഇതേ രൂപത്തിൽ ഞാൻ രാവിലെ അങ്ങയുടെ വീട്ടിൽ വരും. അപ്പോൾ അങ്ങ് വടിയെടുത്ത് എൻ്റെ തലയ്ക്കടിക്കണം. ഞാൻ ഉടൻ തന്നെ സ്വർണ്ണമയമായി തീർന്ന് ഒരിക്കലും ക്ഷയിക്കാത്ത സമ്പത്തായി അങ്ങയുടെ ഗൃഹത്തിൽ വസിക്കും. അയാൾ ഉടൻ ഉണർന്നു. സ്വപ്നത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിപ്പായി. ഈ സ്വപ്നം സത്യമായിരിക്കുമോ? മിക്കവാറും സത്യമായിരിക്കാൻ വഴിയില്ല. ഞാൻ എപ്പോഴും ധനത്തെക്കുറിച്ച് മാത്രം വിചാരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു സ്വപ്നം കാണാനിടയായത്. രോഗബാധിതനും ദുഃഖിതനും കാണുന്ന സ്വപ്നങ്ങൾക്ക് അർത്ഥമില്ലെന്ന് കേട്ടിട്ടുണ്ട്. നേരം പുലർന്നപ്പോൾ വ്യാപാരിയുടെ ഭാര്യ വിളിച്ചു വരുത്തിയതനുസരിച്ച് ഒരു ശുരകൻ കുടുംബാംഗങ്ങളുടെ കാലുകൾ തേച്ചു കഴുകി വെടിപ്പാക്കുന്നതിലേക്കായി ഗൃഹത്തിൽ വന്നു. അതേ സമയത്ത് തന്നെ സ്വപ്നത്തിൽ കണ്ടതുപോലെ ഒരു ബുദ്ധസന്യാസിയും അവിടെ എത്തി. വ്യാപാരി ഉടൻ സന്തുഷ്ടചിത്തനായി അടുത്ത് കണ്ട ഒരു വിറക് കൊള്ളിയെടുത്ത് സന്യാസിയുടെ തലയ്ക്കടിച്ചു. സന്യാസി സ്വർണ്ണമയ രൂപമായി തീർന്ന് നിലത്ത് വീഴുകയും ചെയ്തു. വ്യാപാരി ശബ്ദമുണ്ടാക്കാതെ സന്യാസിയുടെ സ്വർണ്ണരൂപത്തെ വീട്ടിനകത്ത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചു. ഇതെല്ലാം കണ്ടു നിന്ന ശുരകന് കുറച്ച് പണവും വസ്ത്രങ്ങളും കൊടുത്ത് സന്തോഷിപ്പിച്ച് വ്യാപാരി അപേക്ഷിച്ചു, ഈ വർത്തമാനം നീ ആരോടും പറയരുത്. ശുരകൻ വീട്ടിൽ ചെന്ന് ആലോചന തുടങ്ങി. ഇതുപോലെ ധാരാളം ബുദ്ധസന്യാസികളുണ്ടല്ലോ. വടിയെടുത്ത് തലയ്ക്ക് തല്ലിയാൽ ഇവരൊക്കെ സ്വർണ്ണരൂപികളായി തീരുമെന്നാണ് വിശ്വസിക്കേണ്ടത്. അതുകൊണ്ട് ഞാനും നാളെ രാവിലെ ധാരാളം സന്യാസികളെ വിളിച്ചു വരുത്തി വടിയെടുത്ത് തലക്കടിച്ചു കൊല്ലും. എന്നാൽ പിന്നെ സ്വർണത്തിന് ക്ഷാമമുണ്ടാവുകയില്ലല്ലോ. ഇങ്ങനെ ആലോചിച്ച് അയാൾ ഒരുവിധം നേരം വെളുപ്പിച്ചു. രാവിലെ എഴുന്നേറ്റ് വലിയൊരു വടിയും എടുത്ത് ശുരകൻ സന്യാസി മഠത്തിലേക്ക് പോയി. ബുദ്ധവിഗ്രഹത്തെ 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് നിലത്ത് മുട്ടുകുത്തി നിന്ന് ഉത്തരീയ തുമ്പുകൊണ്ട് വായമറച്ച് ഉച്ചത്തിൽ സ്തുതിച്ചു തുടങ്ങി. പരമജ്ഞാനികളും മരുഭൂമി പോലെയുള്ള മനസ്സിൽ ജന്മനാ സ്നേഹാങ്കുരവും ഉള്ളവരുമായ യതികൾ ജയിക്കട്ടെ. ഒരുപാട് പേർ അങ്ങയുടെ മുന്നിൽ പ്രാർത്ഥിക്കാറുണ്ട്. അവരെല്ലാവരും തന്നെ അവശരാണ്. അങ്ങ് കാരുണ്യശാലിയാണെന്ന് വെറുതെ ഭാവിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അവിടുത്തേക്കാൾ നിഷ്കരുണനായിട്ട് ആരുണ്ട്? അങ്ങ് എന്തായാലും അവരെ രക്ഷിക്കാൻ നോക്കൂ. ബുദ്ധ ഭഗവാൻ എല്ലാവരെയും രക്ഷിക്കട്ടെ. ഇങ്ങനെ സ്തുതിച്ച ശേഷം ശുരകൻ പ്രധാന സന്യാസിയുടെ സമീപത്ത് ചെന്ന് നിലത്ത് മുട്ടുകുത്തി നിന്ന് വന്നിച്ച് നമസ്കരിച്ചു. സന്യാസി വര്യൻ ശുരകനെ താങ്കൾക്ക് ധർമ്മം അഭിവൃദ്ധിപ്പെടട്ടെ എന്ന് ആശീർവദിച്ചു. ചിരസുഖലാഭത്തിനായുള്ള വ്രതം ഉപദേശിച്ചു. ശുരകൻ ഉത്തരീയ അരയിൽ കെട്ടി നിന്ന് സവിനയം അപേക്ഷിച്ചു, ഭഗവാനെ, ഇന്നെല്ലാ മുനിമാർക്കും എൻ്റെ ഗൃഹത്തിലാകട്ടെ ഭിക്ഷ. ശിഷ്യ, താങ്കൾ ധർമ്മജ്ഞനായിരുന്നിട്ടും എന്താണിങ്ങനെ പറയുന്നത്? സന്യാസി വര്യൻ പറഞ്ഞു, ഞങ്ങൾ ബ്രാഹ്മണ തുല്യരാണ്. ഞങ്ങളെ ക്ഷണിച്ചു വരുത്താറ് പതിവില്ല. ഞങ്ങൾ പ്രത്യേക ലക്ഷണമൊന്നുമില്ലാതെ ചുറ്റിത്തിരിയുന്ന സമയത്ത് ഏതെങ്കിലും ഭക്ത ശിഷ്യനെ കണ്ടാൽ അവൻ്റെ ഗൃഹത്തിൽ ചെല്ലും. അവൻ താണു വീണ് അപേക്ഷിച്ചാൽ മാത്രം അവൻ്റെ വീട്ടിൽ നിന്ന് പ്രാണൻ നിലനിർത്താൻ മാത്രമുള്ള ഭക്ഷണം കഴിക്കും. അതുകൊണ്ട് താങ്കൾ പോയിക്കൊള്ളുക. ഏറെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് കേട്ട് ശുരകൻ പറഞ്ഞു, ഭഗവാനെ,
എനിക്ക് അങ്ങയുടെ ധർമ്മം അറിയാം. അങ്ങയെ വളരെ ശിഷ്യന്മാർ ക്ഷണിക്കാറുണ്ടെന്നും അറിയാം. എന്നാൽ മതഗ്രന്ഥങ്ങൾ പൊതിഞ്ഞു സൂക്ഷിക്കാൻ നല്ല വില പിടിച്ച ധാരാളം പട്ടുകളും ഗ്രന്ഥങ്ങൾ എഴുതാനുള്ള ഉപകരണങ്ങളുമെല്ലാം ഞാൻ അങ്ങയ്ക്കായി എൻ്റെ ഗൃഹത്തിൽ കരുതി വെച്ചിട്ടുണ്ട്. അങ്ങ് സൗകര്യം പോലെ വരുന്നത് സന്തോഷമാണ്. ഇതും പറഞ്ഞ് ശുരകൻ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിൽ ചെന്ന് നല്ല കരിങ്ങാലി കൊണ്ടുള്ള വലിയ വടി വെട്ടിയുണ്ടാക്കി വാതിലിൻ്റെ മുക്കിൽ വെച്ചു. ഉച്ചയാകാറായപ്പോൾ വീണ്ടും സന്യാസി മഠത്തിൻ്റെ വാതിൽക്കലെത്തി. സന്യാസിമാർ ഓരോരുത്തരായി മഠം വിട്ടിറങ്ങുമ്പോൾ ശുരകൻ പ്രാർത്ഥനാപൂർവം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവരാകട്ടെ വസ്ത്രങ്ങളും പണവും കിട്ടുമെന്ന് മോഹിച്ച് ചിരപരിചിതനായ ഭക്തശിഷ്യന്മാരെ വിട്ട് സന്തോഷപൂർവ്വം ശുരകന്റെ പിന്നാലെ ചെന്നു. അല്ലെങ്കിൽ അതിലെന്ത് അത്ഭുതമിരിക്കുന്നു? വീടും കുടിയും വിട്ടെറിഞ്ഞ് കയ്യിൽ പിച്ചപാത്രം മാത്രം പിടിച്ച് ഒറ്റയ്ക്ക് നടക്കുന്നവൻ പോലും ധനമോഹത്തിന് വശംവദനാകുന്നു. മനുഷ്യന് വയസ്സാകുമ്പോൾ മുടി നരച്ചു വെളുക്കും, പല്ലുകൾ ദ്രവിച്ചു കൊഴിയും, കണ്ണിന് കാഴ്ച കുറയും, ചെവി പതുക്കെയാവും. ആഗ്രഹത്തിന് മാത്രം വയസ്സാകലില്ല. ശുരകൻ സന്യാസിമാരെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി വാതിൽ നല്ലവണ്ണം അടച്ച് അവരുടെ എല്ലാം തലയ്ക്ക് വടിയെടുത്തടിച്ചു. അടി കൊണ്ട ഉടൻ ഒരാൾ മരിച്ചു. മറ്റുള്ളവർ മണ്ട പൊട്ടിപ്പൊളിഞ്ഞ് നിലവിളിച്ചു തുടങ്ങി. നിലവിളി കേട്ട് നഗരത്തിലെ രക്ഷാപുരുഷന്മാർ തമ്മിൽ പറഞ്ഞു, എടോ, എവിടെ നിന്നോ ഒരു കൂട്ട നിലവിളി കേൾക്കുന്നു. നമുക്ക് അങ്ങോട്ട് പോയി അതെന്താണെന്ന് അന്വേഷിക്കണം. ഉടൻ അവരെല്ലാവരും കൂടി വേഗം പുറപ്പെട്ട് തിരിഞ്ഞു പിടിച്ച് ശുരകന്റെ വീട്ടിലെത്തി. അപ്പോൾ സന്യാസിമാർ ചോരയിൽ കുളിച്ച് ഓടിപ്പോകുന്നതാണ് കണ്ടത്. രാജപുരുഷന്മാർ ശുരകനെ പിടിച്ചുകെട്ടി. മരിക്കാതെ ശേഷിച്ച സന്യാസിമാരെയും കൂട്ടി ന്യായാധിപന്റെ അടുത്തേക്ക് അയാളെ കൊണ്ടുപോയി. ന്യായാധിപൻ ശുരകനോട് ചോദിച്ചു, എടോ, നീ എന്തിനാണ് ഇങ്ങനൊരു കഠിനകർമ്മം ചെയ്തത്? ശുരകൻ മറുപടി പറഞ്ഞു, പ്രഭോ, മണിഭദ്രൻ എന്ന വ്യാപാരി ചെയ്യുന്നത് കണ്ടാണ് ഞാനും ചെയ്തത്. തുടർന്ന് അയാൾ മണിഭദ്രൻ്റെ ഗൃഹത്തിൽ കണ്ടതെല്ലാം വിവരിച്ചു. ന്യായാധിപൻ വ്യാപാരിയെ ആളയച്ചു വരുത്തി. മണിഭദ്ര, നിങ്ങൾ എന്തിനാണ് ബുദ്ധസന്യാസിയെ കൊന്നത്? അപ്പോൾ മണിഭദ്രൻ സ്വപ്നത്തിൻ്റെ കഥയും മറ്റും വിസ്തരിച്ച് പറഞ്ഞു. അത് കേട്ട് ന്യായാധിപൻ വിധിച്ചു, കാര്യം മുഴുവൻ മനസ്സിലാകാതെ ദുഷ്കർമ്മം ചെയ്ത ഈ ദുഷ്ടനായ ശുരകനെ ശൂലത്തിന്മേലിട്ട് കൊല്ലുക തന്നെ വേണം. ശുരകനെ ശൂലാരോഹണം ചെയ്യിച്ച ശേഷം ന്യായാധിപൻ തുടർന്നു, നല്ലവണ്ണം കാണാതെയോ കേൾക്കാതെയോ അറിയാതെയോ പരീക്ഷിച്ചു നോക്കാതെയോ യാതൊരു കാര്യവും ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നവന് ഈ ശുരകന്റെ അനുഭവമായിരിക്കും ഫലം. മാത്രമല്ല, പരീക്ഷിച്ചു നോക്കാതെ ഒന്നും ചെയ്യാൻ പാടില്ല. നന്നായി പരീക്ഷിച്ചറിഞ്ഞ ശേഷം മാത്രമേ പ്രവർത്തിക്കാവൂ, അല്ലെങ്കിൽ വലിയ ദുഃഖത്തിനിടവരും. വിഷ്ണു ശർമ്മ ഇത്തരത്തിൽ 5 തന്ത്രങ്ങളും രാജകുമാരന്മാരെ വിദ്യാവണ്ണം പഠിപ്പിച്ച് അവരെ സർവ്വനീതിസാരങ്ങളിലും അറിവുള്ളവരാക്കി രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നാക്കി. രാജാവ് കുമാരന്മാരെ പരീക്ഷിച്ചു നോക്കി ബോധ്യം വന്ന ശേഷം വിഷ്ണു ശർമ്മയ്ക്ക് അളവറ്റ സമ്പത്ത് നൽകി സന്തോഷിപ്പിച്ചു. അങ്ങനെ പഞ്ചതന്ത്രം 5 തന്ത്രങ്ങളും കഥകളും കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ ഒരുപാട് കഥകളുണ്ട്. അത് ദൈർഘ്യം കാരണം പറയാത്തതാണ്. പ്രധാനപ്പെട്ട കഥകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാവർക്കും നന്ദി.